ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് ലോഞ്ച് ചെയ്ത നമ്മുടെ പുതിയ ടാറ്റ പഞ്ചിന്റെ അക്കംപ്ലിഷ്ഡ് വേരിയന്റ് ആണ്. പുതിയ ടാറ്റ പഞ്ചിൽ അക്കംപ്ലിഷ്ഡ് വേരിയന്റും പ്യുവർ പ്ലസ് വേരിയന്റും ആണ് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ടാറ്റ പഞ്ചിൽ നമ്മുടെ നെക്സോണിലൊക്കെ കാണുന്ന സെയിം 1.2 ടർബോ പെട്രോൾ എഞ്ചിനും ടാറ്റ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കംപ്ലിഷ്ഡ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ടാറ്റ പഞ്ചിന്റെ പുതിയ ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെയുള്ള വാഹനങ്ങളുടെ പുതിയ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പഞ്ച് അക്കംപ്ലിഷ്ഡ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുതിയ ടാറ്റ പഞ്ച് ശരിക്കും ഒരു ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും ഫ്രണ്ട് ഒക്കെ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബോൾഡ് ഡിസൈനിലേക്ക് പുതിയ പഞ്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഈ ഒരു ലുക്കാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത്. ഇതിപ്പോ ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഡിഫറൻസ് ഇതിന് റൂഫ് റെയിൽസ് ഇല്ല, ഫോഗ് ലൈറ്റ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഫോഗ് ലൈറ്റും റൂഫ് റെയിൽസും നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കിൽ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ അക്കംപ്ലിഷ്ഡ് വേരിയന്റ്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഗ്രേ ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ കോമ്പിനേഷനിലാണ് വരുന്നത്. അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റും നമുക്ക് ഫുൾ ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. അതിനകത്ത് റെഡിലും ബ്ലൂ കളറിലും വൈറ്റ് റൂഫും മറ്റു കളറുകളിലെല്ലാം ബ്ലാക്ക് റൂഫുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു DRL കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വാഹനം ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അത് നമുക്കൊരു ഗ്ലാസ് ഫിനിഷിന്റെ അകത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. പണ്ടത്തെ പഞ്ചിൽ നിങ്ങൾക്കറിയാം ഇവിടെ ട്രൈയാറോ ഷേപ്പും ഹോളും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത്. ഇപ്പൊ അത് ക്ലോസ് ചെയ്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തത്. അടുത്ത് ടാറ്റയുടെ ലോഗോ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയൊരു ബമ്പർ യൂണിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിലൊരു സിൽവർ ഫിനിഷിൽ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയത് 187 ആയിരുന്നു, ഇപ്പോൾ 193 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ ഉയരം ഫ്രണ്ടിൽ നിന്ന് കൂടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇതിൽ 360 ക്യാമറ വരുന്ന വേരിയന്റ് ആയതുകൊണ്ട് അതിന്റെ ക്യാമറ കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം എയർ ഇൻടേക്ക് അല്ലെങ്കിൽ എയർ സ്കൂപ്പ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ബോൾഡർ ആയിട്ട് മാറിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലും തന്നെയാണ് ആ ചേഞ്ചസ് വന്നിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ട് വരുന്ന ഏക ഡിഫറൻസ് നമുക്ക് അലോയ്സ് ബ്ലാക്ക് കളറിലാണ് എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാ ലുക്കും കാര്യങ്ങളും ടോപ്പ് എൻഡിന് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അപ്ഡേറ്റ് വന്നപ്പോഴും വാഹനത്തിന്റെ സൈസിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3776 mm ആണ് ഈ വാഹനത്തിന്റെ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് ആണെങ്കിൽ 1742. വീൽ ബേസ് 2445 mm വീൽ ബേസ് വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസ് ഉണ്ട്. ഹൈറ്റ് ആണെങ്കിൽ 1615 mm. അത് നമ്മുടെ റൂഫ് റെയിൽസും കൂടി വരുമ്പോഴുള്ള ഹൈറ്റ് ആണ് 1615 mm കമ്പനി പറയുന്നത്. ഇപ്പൊ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിന്റെ അക്കംപ്ലിഷ്ഡ് പ്ലസിലുമാണ് 195/60 16 ടയർ സൈസിലുള്ള 16 ഇഞ്ച് വീൽസ് വരുന്നത്. ഇതിന് താഴെയുള്ള വേരിയന്റുകളിൽ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് അഡ്വഞ്ചർ വേരിയന്റ് വരെ 15 ഇഞ്ച് വീലുകളാണ്. അത് 185 സെഷൻ ടയറുകൾ 15 ഇഞ്ച് വീൽസ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇപ്പൊ ടോപ്പ് എൻഡിൽ ഇതിൽ ഡയമണ്ട് കട്ട് ആയിട്ടുള്ള അലോയ്സ് ആണ്. സെയിം ഡിസൈൻ ഡയമണ്ട് കട്ട് വരുന്നുണ്ട്. ഈ വശങ്ങളിലുള്ള ബ്ലാക്ക് ക്ലാഡിംഗ് എല്ലാം നമുക്ക് പഴയ പഞ്ചിൽ കണ്ട സെയിം രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഈ ഡോറിന്റെ പോർഷൻസിലേക്ക് വരുമ്പോൾ ആ ക്ലാഡിങ്ങിന് അത്യാവശ്യം വലിപ്പമുണ്ട്. താഴെ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഒരു പൊസിഷൻ കാണാനായിട്ട് പറ്റും. മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈറ്റ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ഉള്ളതുകൊണ്ട് അതിന്റെ ക്യാമറ ലെൻസും കാണാം. ഡോർ ഹാൻഡിൽസ് എല്ലാം പഴയ പഞ്ചിൽ കണ്ട സെയിം പൊസിഷനിൽ സെയിം രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഇതാണ് കീ വരുന്നത്. പഴയ നെക്സോണിലൊക്കെ കണ്ട ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫോളോ മീ ഹെഡ് ലാമ്പിന്റെ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഈ വേരിയന്റിൽ സൺറൂഫ് വരുന്നില്ല. നമുക്ക് ബാക്കിൽ ഷാർഫിന്റെ ആന്റിന കാണാം. ടോപ്പ് എൻഡ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റൂഫ് റെയിൽസും ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ബാക്കിലേക്ക് വന്നാലും നമ്മുടെ ഡോർ ഹാൻഡിൽസ് ആ ഒരു ടോപ്പ് മൗണ്ടഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ പഴയ പഞ്ചുമായിട്ട് അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം പഴയ പഞ്ചിന്റെ എല്ലാ പൊസിഷനിലും ആ ട്രൈയാറോ ഷേപ്പാണ് വന്നിരുന്നതെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു റീഡിസൈൻ ചെയ്ത് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോ സ്പോയിലർ നമുക്ക് വരുന്നുണ്ട്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തത്. നമ്മുടെ നെക്സോണിലൊക്കെ കണ്ട രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതായത് എൻഡ് പോർഷൻ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഇപ്പോൾ വരുന്നില്ല. പകരം നമുക്ക് സെന്റർ മൗണ്ടഡ് ഇവിടെയായിട്ടാണ്
സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡിഫോഗോട് കൂടിയ ഗ്ലാസുകളാണ് വരുന്നത്. ബാക്കിൽ ഫുൾ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നു. ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യും. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കാണാം. ഇൻഡിക്കേറ്റേഴ്സും അതിന് താഴെ കൊടുത്തിരിക്കുന്നു, അതും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ പഞ്ച് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പുതിയ പഞ്ചിൽ വരുന്നില്ല. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 360 ക്യാമറ ഉണ്ട്, റിവേഴ്സ് ക്യാമറയും അതിനകത്ത് കാണാം. ബാക്കിൽ നമുക്ക് സിൽവർ ഫിനിഷിലൊരു സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ക സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. അതിന്റെ നടുക്ക് നമുക്ക് റിവേഴ്സ് ലൈറ്റും വരുന്നു. റിവേഴ്സ് ലൈറ്റ് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 2 റിഫ്ലക്ടേഴ്സും കാണാം. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 366 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മളുടെ CNG വരുന്നുണ്ട്. CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 210 ലിറ്റർ ആയിട്ട് ബൂട്ട് സ്പേസ് കുറയുന്നുണ്ട്. ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റും കാണാനായിട്ട് പറ്റും. സ്പെയർ വീല് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബേസ് വേരിയന്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഴയ പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സിലെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് വരുന്നില്ല. ഹാർഡ് ഓൺ ഫീച്ചേഴ്സ് കൂടുതലാണ് വന്നിരിക്കുന്നത്. അതായത് അഡീഷണൽ ഫീച്ചേഴ്സ് ഹാർഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അത് പഞ്ചിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. 4 ഡോറുകളും നമുക്ക് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തു. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടൂട്ടേഴ്സ് വരുന്നുണ്ട്. ടൂട്ടേഴ്സ് ഇവിടെ വരുന്നില്ല. സ്പീക്കർ ഗ്രില്ല് മാത്രമാണ് വരുന്നത്. സ്പീക്കേഴ്സ് മാത്രമാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് ഒരു പ്രീമിയം സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ്, അംബ്രല ഹോൾഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തൈ സപ്പോർട്ടിന് എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അത് നല്ല സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ സ്റ്റിച്ചിങ് എന്നുള്ള രീതിയിലാണ് ഫാബ്രിക്കിന്റെ കളർ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വൈറ്റ് ലൈന് കാര്യങ്ങൾ കാണാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അതിന്റെ ബാഡ്ജിങ് നമുക്ക് വശങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ താഴെയായിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് AMT ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ വരുന്നുണ്ട്. ഇനി അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്ഡേറ്റഡ് പഞ്ചിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ലേഔട്ട് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ചെറിയ കളർ ടോണിലുള്ള ഒരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ ടാറ്റയുടെ ഒരു പുതിയ സ്റ്റിയറിംഗ് വീല് വന്നു എന്നുള്ളതാണ്. നെക്സോണിലൊക്കെ കണ്ട സെയിം ബാക്ക് ലൈറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെതർ റാപ്ഡ് ഒന്നല്ല, എന്നാലും നല്ല പിടിക്കാൻ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്റ്റിയറിംഗ് വീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു 10 സെന്റിമീറ്ററിന്റെ ഒരു LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും വിസിബിൾ ആണ്. അതിനകത്ത് TPMS പോലെയുള്ള ഫീച്ചേഴ്സ് അഡീഷണലി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള സ്ക്രീനാണ്. ഇപ്പോൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇപ്പോൾ ഡ്രൈവ് മോഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് 2 ഡ്രൈവ് മോഡുകൾ വരുന്നത് സിറ്റി ആൻഡ് ഇക്കോണമി ആൻഡ് സിറ്റി. അങ്ങനെ 2 ഡ്രൈവ് മോഡുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്റർ ലൈറ്റ് ഇൻഡിക്കേഷനോട് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ എഞ്ചിൻ ടെമ്പറേച്ചർ ഫ്യൂവൽ ഗേജും ലൈറ്റ് ഇൻഡിക്കേഷനോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നാൽ ടാറ്റയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ കണ്ടുവന്നിരുന്ന 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. 360 ക്യാമറ വരുന്നുണ്ട്. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. നല്ല മ്യൂസിക് ക്ലാരിറ്റിയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 360 ക്യാമറ, സറൗണ്ട് വ്യൂ എന്നും 360 ക്യാമറ വരുന്നുള്ള HD ക്ലാരിറ്റിയിൽ തന്നെ 3D വ്യൂവും 360 ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ ഒക്കെ നല്ല പക്ക ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. സെഗ്മെന്റിലെ തന്നെയല്ല, നെക്സ്റ്റ് സെഗ്മെന്റിലെ വാഹനങ്ങളിൽ പോലും കാണാത്തത്ര ക്ലാരിറ്റിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു വൈറ്റ് ഫിനിഷാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നടുക്കത്തെ ഹസാർഡ് ബട്ടൺ ഒഴിവാക്കിയിട്ടുണ്ട്. 2 വശങ്ങളിലായിട്ട് നമുക്ക് AC വെന്റ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ടച്ച് പാനലായിട്ട് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിന്റെ സിസ്റ്റം മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണെങ്കിൽ പഴയ അതായിരുന്നു കുറച്ചും കൂടിയും ഒരു പ്രീമിയം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാ ടാറ്റയിലും കാണുന്ന രീതിയിൽ തന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ, ആ ടച്ച് ഫിനിഷിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത്
ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഹിൽ ഡിസൈൻ കൺട്രോൾ ഇപ്പോൾ അഡീഷണലി ആഡ് ഓൺ ആയിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് 360 വ്യൂവിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റും. താഴെ AC കൺട്രോൾസ് ആണ്. ഇതിനകത്ത് എക്സ്പ്രസ് കൂളിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഇതിനകത്ത് അഡീഷണലി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതായത് ബാക്കിൽ 50 വാട്ട്സ് ആണ്, ഇവിടെ 65 വാട്ട്സും ഒരു നോർമൽ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ വേരിയന്റിൽ വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. AMT ഗിയർ ലീവർ കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 2 ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെന്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അടിപൊളി സീറ്റുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതിന് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഫ്രണ്ടിൽ ഗ്രാബ് ഹാൻഡിൽസ് പഴയ പഞ്ചിലും ഉണ്ടായാലും ഇപ്പോഴും കൊടുത്തിട്ടില്ല. കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IR VMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടെന്നുള്ള ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചറും ലൈറ്റും കൂടിയും ഈ വേരിയന്റിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ പഞ്ചിന്റെ സെയിം ലേഔട്ടാണ് എങ്കിലും കുറച്ചും കൂടിയും പ്രീമിയം ലുക്കിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ട്യൂട്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട് മൗണ്ടഡ് ആയിട്ടാണ്. അപ്പോൾ 4 സ്പീക്കറും 2 ട്യൂട്ടറിന്റെ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ബാക്കിലെ ഡോർ പാഡ് നമുക്ക് ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് കാണാം. അത് ഒരു ക്രോം ടച്ച് ആണ് വരുന്നത്. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ ഒരു 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും കാണാനായിട്ട് പറ്റും. നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. സീറ്റിന്റെ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഐസോഫി ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സെന്റർ ആംറസ്റ്റ് വരുന്നില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അതിന്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ബാക്കിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. സെഗ്മെന്റിൽ ഏറ്റവും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകൾ ഇപ്പോൾ പുതിയ പഞ്ചിനാണ് വരുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം 6 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ആണ്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. 2 വശത്തും അതിന്റെ ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് വേറെ റീഡിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പഞ്ചിന്റെ സേഫ്റ്റിയിലേക്ക് വന്നാൽ പലരുടെയും കൺസേൺ ആയിട്ടുണ്ടായിരുന്ന 6 എയർ ബാഗ് ഇപ്പോൾ പഞ്ചിന്റെ ബേസ് വേരിയന്റോട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇപ്പോൾ പഞ്ചിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെഗ്മെന്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാർ ഇപ്പോൾ നമ്മളുടെ പുതിയ ടാറ്റ പഞ്ചാണ്. പിന്നെ ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഇപ്പോൾ ബേസ് വേരിയന്റോട്ട് വരുന്നുണ്ട്. ഈ അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റിലൊക്കെ ഹിൽ ഡിസൈൻ കൺട്രോളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ പഴയ പഞ്ചിലുണ്ടായിരുന്ന സെയിം എഞ്ചിൻസ് എല്ലാം ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, 88 HP ആണ് പവർ, 115 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് IMT. മൈലേജ് കമ്പനി പുറത്തു വിട്ടിട്ടില്ല. പഴയ പഞ്ചിന് 16 ആവറേജ് കിട്ടാറുണ്ട്, 16-17 അതൊക്കെ ഈ വാഹനത്തിനും കിട്ടുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ സെയിം എഞ്ചിനിൽ തന്നെ CNG വരുന്നുണ്ട്. പഴയതിലുണ്ടായിരുന്നു CNG, പക്ഷേ ഇപ്പോൾ CNGയിൽ ഓട്ടോമാറ്റിക്കും കൂടിയും കൊടുത്തിട്ടുണ്ട്. CNGയിലേക്ക് വരുമ്പോൾ 73.4 HP ആണ് പവർ, 103 Nm ടോർക്കും ഉള്ളൂ. അതങ്ങനെ കുറയുന്നുണ്ട്. കാര്യം CNG ആണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് IMT. പഴയ CNGയിൽ 26 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. പുതിയതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി മൈലേജ് ഉണ്ടാകും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 25 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് മീൻസ് പെർ കിലോ മൈലേജ് ഗ്യാരണ്ടിയാണ്. പിന്നെ ഉള്ള ഒരു എഞ്ചിനാണ് സർപ്രൈസിങ്. നമ്മളുടെ നെക്സോണിലൊക്കെ കണ്ട 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ. ട്യൂണിങ്ങിലൊന്നും ഒരു മാറ്റവും വരുത്താണ്ട് സെയിം എഞ്ചിൻ പഞ്ചിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. 120 HP ആണ്, 170 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ആ വാഹനം വന്നിട്ടില്ല, വന്നിട്ട് ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് നല്ല രസമായിരിക്കും എന്തായാലും ഓടിക്കാൻ. നെക്സോണിൽ തന്നെ നല്ല പവർഫുൾ ആണ്. അപ്പോൾ ചെറിയ പഞ്ചിലേക്ക് വരുമ്പോൾ ആ വാഹനം ശരിക്കും ഓടിച്ചെന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ അതിൽ മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു പ്രൈസ് ആ ഒരു ഇത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും നല്ല മാനുവൽ ഓട്ടോമാറ്റിക് ഒഴിവാക്കിയത്. എന്താണെങ്കിലും 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് ആ എഞ്ചിൻ വരുന്നത്. അതൊരു രസമുള്ള എഞ്ചിൻ തന്നെയായിരിക്കും. അപ്പോൾ സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുൾ കാറായിട്ട് നമ്മുടെ പഞ്ച് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ മൈക്രോ SUV സെഗ്മെന്റിൽ മോസ്റ്റ് സേഫസ്റ്റ് കാറും മോസ്റ്റ് പവർഫുൾ കാറും നമ്മളുടെ പുതിയ ടാറ്റ പഞ്ച് തന്നെയാണ്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ 5 വേരിയന്റുകളാണുള്ളത്. സ്മാർട്ട്, പിന്നെ സെക്കൻഡ് വേരിയന്റ് പ്യുവർ, പിന്നെ പ്യുവർ പ്ലസ്, പിന്നെ പ്യുവർ പ്ലസ് S എന്നും പറഞ്ഞ സൺറൂഫുള്ള ഒരു വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ അഡ്വഞ്ചർ, പിന്നെ അക്കംപ്ലിഷ്ഡ് പ്ലസ് S. ഇത്രയും വേരിയന്റുകളാണ് വരുന്നത്. ഇപ്പോൾ സ്മാർട്ട് പ്ലസ് വേരിയന്റിന്
ബേസ് വേരിയന്റ് ആണ്, മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. അത് പെട്രോളും CNG യിലും വരുന്നുണ്ട്. എക്സ് ഷോറൂം പ്രൈസ് പെട്രോളിന് 5.59 ലക്ഷമാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 6,60,000 രൂപ. ബേസ് സ്മാർട്ട് വേരിയന്റിൽ തന്നെ നമുക്ക് CNG വരുന്നുണ്ട്. 6,69,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,90,000 രൂപ. അതാണ് ബേസ് വേരിയന്റിന്റെ പ്രൈസ്. ഇനി സെക്കൻഡ് വേരിയന്റ് ആയ പ്യുവർ വേരിയന്റിൽ നമുക്ക് പെട്രോൾ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. 7,65,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ നമുക്ക് CNG ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് വേരിയന്റിൽ പെട്രോൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി തേർഡ് വേരിയന്റ് ആണ് പ്യുവർ പ്ലസ് വേരിയന്റ്. ഈ അക്കംപ്ലിഷ്ഡ് വേരിയന്റ് അല്ലെങ്കിൽ പിന്നെ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ് നോക്കേണ്ടത്. പക്ക വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് പ്യുവർ പ്ലസ് വേരിയന്റ്. പ്യുവർ പ്ലസ് വേരിയന്റ് പെട്രോൾ മാനുവലിന് 8,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതിൽ AMT വരുന്നുണ്ട് 8,84,000 രൂപ. CNG വരുന്നുണ്ട് 9,37,000 രൂപയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ്. CNGയിൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് 10 ലക്ഷം രൂപ. അതായത് പുതിയ പഞ്ചിന്റെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് മൈലേജ് ഉള്ള CNG ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പ്ലസ് എസ് എന്നും പറഞ്ഞ് പ്യുവർ പ്ലസ് എസ്സിൽ സൺറൂഫ് ഉള്ള വാഹനം വരുന്നുണ്ട്. അതിന് ഒരു 35,000 തൊട്ട് 40,000 രൂപ വരെ അഡീഷണലി നിങ്ങൾ പേ ചെയ്യണം. ഇനി മൂന്നാമത്തെ വേരിയന്റ് എന്നുള്ള രീതിയിൽ പറയാവുന്നത് അഡ്വഞ്ചർ വേരിയന്റ് ആണ്. പെട്രോൾ മാനുവലിന് 8,89,000 രൂപ. പെട്രോൾ AMTക്ക് നിങ്ങൾക്ക് 9,53,000 രൂപ. CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,07,000 രൂപ CNG മാനുവലിനും CNG ഓട്ടോമാറ്റിക്കിന് 10,70,000 രൂപയാണ്. ഈ അഡ്വഞ്ചർ വേരിയന്റിലാണ് നമ്മളുടെ ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ്. ആ വാഹനത്തിന് 9,70,000 രൂപ. അതായത് പഞ്ചിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടർബോ പെട്രോളിലേക്ക് പോകാം. 9,70,000 രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കംപ്ലിഷ്ഡ് വേരിയന്റിൽ നമുക്ക് പെട്രോൾ മാനുവൽ, അതായത് നിങ്ങൾ ഈ കാണുന്ന വാഹനത്തിന്റെ പെട്രോൾ മാനുവലിന് 9,71,000 രൂപയും ഈ ഓട്ടോമാറ്റിക്കിന് 10,34,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇതിൽ CNG മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. അതിന് 10,88,000 രൂപ. ഇനി ടോപ്പ് എൻഡ് വാഹനം, അതായത് നിങ്ങൾ പല വീഡിയോയിലും ആഡിലൊക്കെ കണ്ട ടോപ്പ് എൻഡ് വാഹനം അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് ആണ്. അതിന്റെ പെട്രോൾ മാനുവൽ 10,52,000 രൂപ. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11,16,000 രൂപ. CNGയിൽ ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ, മാനുവൽ വരുന്നില്ല. അപ്പോൾ CNG ഓട്ടോമാറ്റിക്കിന് 12,65,000 രൂപ. ടർബോ പെട്രോളും വരുന്നുണ്ട് ടോപ്പ് എൻഡിൽ 11,45,000 രൂപ. അപ്പോൾ ടോപ്പ് എൻഡ് ടർബോ പെട്രോൾ വേണമെങ്കിൽ 11,45,000 രൂപ. ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 11,16,000 രൂപ. ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നത് ടോപ്പ് എൻഡ് CNG ഓട്ടോമാറ്റിക്കിനാണ് 12,65,000 രൂപ. അപ്പൊ ഇങ്ങനെയാണ് പുതിയ പഞ്ചിന്റെ പ്രൈസ് എടുക്കുന്നത്. പഴയ പഞ്ചിന്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് തന്നെയാണ്. പഴയ പഞ്ചാകുമ്പോൾ, പഴയ പഞ്ചെന്ന് ഉദ്ദേശിക്കുന്നത് പ്രീ ഫേസ് ലിഫ്റ്റഡ് പഞ്ച്, അതിന് ചെറിയ ഓഫറുകളൊക്കെ ഉള്ളപ്പോഴാണ് പ്രൈസ് താഴെ വരിക. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടാറ്റ കാറുകൾക്ക് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചിട്ടേക്ക് അടവ് വരുന്നുള്ളൂ. ഇപ്പോൾ പുതിയ പഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈസിലി ഈ കാണുന്ന വേരിയന്റ് ഒക്കെ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ഡെലിവറി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. പുതിയ പഞ്ചെന്നല്ല, ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.